എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. ലാസ്റ്റത്തെ 2 വീഡിയോസിലും എല്ലാവരും നല്ലപോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേരും നാളും ആവശ്യമൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കമൻറ്റുകളെല്ലാം ഈ ഒരു പ്രെയർ, അതായത് ഇന്നത്തെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതേപോലെ ഈ വീഡിയോയ്ക്ക് താഴെയും എല്ലാവരും പേരും നക്ഷത്രവും ആവശ്യവും അടങ്ങുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാർ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ തന്നെയും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കുറേ പേര് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഈ വീഡിയോയുടെ ഉൾവശം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് പറയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായെന്ന് വന്നേക്കാം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഒരു കാര്യം, ഞാൻ ഇതൊക്കെ മെയിനായിട്ട് നിങ്ങളോട് എടുത്തു പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാര്യം നിങ്ങൾ എന്തായാലും ദേവിയുടെ ഈ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇതിൽ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കണ്ടതുകൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് പ്രെയർ ചെയ്യേണ്ട ആ ഒരു സമയമായാലും മതി, നിങ്ങൾ ആ ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു ഈ വീഡിയോ ഒന്ന് കണ്ട ശേഷം അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഏതായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഡേ 8 വാരാഹി സ്പെഷ്യൽ പൂജയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത് കുടുംബ ഐക്യത്തിനും പിന്നെ അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക ശേഷി വർദ്ധിക്കാനും ഒരു സ്വസ്ഥതയും സമാധാനവും എല്ലാം കുടുംബത്തിൽ കിട്ടാനായിട്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂജ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോയാലും നമ്മൾ മാക്സിമം ആ ഒരു ലെവല് കടന്നെത്തുക എന്ന് പറയുന്നത് അതിലൊരു ഭയങ്കര തന്നെ നമ്മുടെ എഫേർട്ടുണ്ട്. കാര്യം ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയിട്ടായിരിക്കും ആ ഒരു ബുദ്ധിമുട്ടായ ആ ഒരു അവസ്ഥയിൽ നമ്മൾ തരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവരുടെ സിറ്റുവേഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മളെ ആ ഒരു സാഹചര്യം പിടിച്ചു നിർത്താനും നമ്മളെ ചേർത്ത് പിടിക്കാനും വാരാഹി അമ്മയുടെ മന്ത്രത്തിന് സഹായിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരാഹി അമ്മയുടെ മന്ത്രം അതിശക്തമായ മന്ത്രമാണ്. ആരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മളെ വാരാഹി അമ്മയിൽ നിന്നും വേർതിരിപ്പിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ വാരാഹി അമ്മയുടെ ഭക്തയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വാരാഹി അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കുകയുള്ളൂ. ഒരു അസുരന് പോലും നമ്മളെ, അല്ലെങ്കിൽ ഒരു ദുഷ്ടന് പോലും നമ്മളെ വേർതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മളെ പണിതാലും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മളെ ദ്രോഹിച്ചാലും അത് അവർക്കേ ഏൽക്കുള്ളൂ. ഒരിക്കൽ പോലും അതിൽ 1% പോലും നമ്മളെ ഏൽക്കില്ല. അത്രയും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദേവിയാണ് വാരാഹി ദേവി. വാരാഹി ദേവിയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് ഞാൻ ഒരു ഭക്തയെന്ന് വേണമെങ്കിൽ പറയാം. അമ്പലത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ, അതായത് വാരാഹിയമ്മയുടെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചറിഞ്ഞതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തവർ കുറേ നാളായിട്ട് അവിടെ വരുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ദേവി സാധിച്ചു തരുന്നുണ്ടെന്ന്. അപ്പോൾ ചുമ്മാതൊന്നും അങ്ങനെ ഒരാൾക്കും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം അത്രയും വിശ്വാസത്തോടെ അവർ പറയുമ്പോൾ ഒരു നേരം പോക്കിനെ പോലും അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതുപോലെ എൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും എൻ്റെ കുറേ കാര്യങ്ങൾ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയായിരുന്നു. അപ്പം എനിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് വാരാഹി അമ്മയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ, അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസമുണ്ടോ, അത് ആ വിശ്വാസം സത്യമാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഉറപ്പായിട്ട് സാധിക്കും. വാരാഹി അമ്മയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമാണ്. നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ പ്രാർത്ഥന ദേവി കേൾക്കും. നമ്മുടെ സ്വന്തം മകളെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം മകനെപ്പോലെ നമ്മളെ ചേർത്ത് പിടിക്കും വാരാഹി അമ്മയുടെ ശക്തി അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വലുതാണ്. അപ്പോൾ ഇത്രമാത്രം മനസ്സിൽ വിചാരിക്കുക, ഒരിക്കലും വിഷമിക്കരുത്. നമ്മളുടെ ഏതൊരു
വിഷമമായ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കണമെങ്കിൽ നമ്മൾ ആ വാരാഹി മന്ത്രം ഉരുവിടുക. അത് ഉരുവിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ആവാൻ പറ്റും. ഒരു പ്രത്യേകതരം ഒരു വൈബാണ് ശരിക്കും ആ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ പോലും. 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കേണ്ട മന്ത്രമാണ് വാരാഹി അമ്മയുടെ മന്ത്രങ്ങളെല്ലാം. അതിൽ കൂടുതൽ ജപിക്കുന്നവരാണെങ്കിൽ അവർക്കും ചെയ്യാം. പക്ഷേ ഈ ജോലി സാഹചര്യം അല്ലെങ്കിൽ ടൈം കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് ബെറ്റർ 21 ദിവസമാണ്, അല്ലെങ്കിൽ 21 തവണ ജപിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ പലരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് അവർക്ക് സ്പെസിഫിക് ആയിട്ട് ടൈം ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർദ്ധരാത്രിയാണ് കൂടുതലും വാരാഹി ദേവിയുടെ പ്രാർത്ഥന പൊതുവേ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്ന് കരുതി പകൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സമയം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാരാഹി അമ്മ കേൾക്കില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരു ടൈമായാലും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ വാരാഹി അമ്മയുടെ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ട രീതി അതനുസരിച്ചായിരിക്കണം ജപിക്കേണ്ടത് എന്നുള്ളത് മാത്രം. അപ്പോൾ ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തിലൂടെ പോകുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മനസ്സിലെ ചിന്ത പല രീതിയിൽ നമുക്ക് പോയേക്കാം. മോശമായ അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലാണ്, അല്ലെങ്കിൽ സൂയിസൈഡ് എന്നുള്ള ചിന്തകൾ, അതൊന്നും നല്ല രീതിയിൽ എടുക്കരുത്. അതൊന്നും ഒരു സൊല്യൂഷനേ അല്ല. ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ അമ്മയെ ആരാധിക്കുക, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അമ്മയെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ അമ്മയെ നല്ലപോലെ ആരാധിച്ച് അമ്മയോടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ പോവുക. നിങ്ങളുടെ ഏതൊരു സാഹചര്യവും അത് അമ്മയുടെ അനുഗ്രഹത്താൽ അത് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വാരാഹി മന്ത്രം അതിശക്തമാണ്. അപ്പോൾ ഇന്നത്തെ ഡേ 8 വാരാഹി സ്പെഷ്യൽ പൂജയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ പേരും നക്ഷത്രവും അതുപോലെ നിങ്ങളുടെ ആവശ്യവും മെൻഷൻ ചെയ്ത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരാരും കൂടെ ഇല്ലാതെ വിഷമിക്കുന്നവർ കാണും, നമുക്കറിയില്ലല്ലോ അല്ലേ. അവർക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തെ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യാം. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ തന്നെ അവർ വരാഹി അമ്മയെ അറിയട്ടെ, അല്ലെങ്കിൽ വരാഹി അമ്മയുടെ ആ ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു ശക്തി അവരറിയട്ടെ. അവർ നന്നായിക്കോട്ടെ. നമ്മളെല്ലാവരും നന്നാവാനേ പ്രാർത്ഥിക്കാവൂ അല്ലേ, ഒരാൾ നശിച്ചു പോകാൻ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പേരും നക്ഷത്രവും അതുപോലെ ആവശ്യവും. ഇന്നത്തെ നാമജപം ഏതാണെന്ന് മെൻഷൻ ചെയ്യുക, കൂടെ ചൊല്ലുക. 21 തവണയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നില്ല. ഒരു ഭക്ത എന്നോട് ചോദിച്ചിരുന്നു. 21 തവണയാണ് 21 ദിവസം ചൊല്ലേണ്ട പ്രാർത്ഥന ഏതാണെന്ന് മെൻഷൻ ചെയ്യാം, കൂടെ ചൊല്ലുക കേട്ടോ. ഓം സർവമായേ നമഃ. 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 ഓം
സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ. ഓം സർവമായ നമഃ.
ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ. ഓം സർവരാജായേ നമഃ. ഓം സർവ